ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി.എഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമിസ്റ്ററിലെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പുസ്തകത്തിലെ 4ാമത്തെ പാഠമാണ്. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ ആൻഡ് റോൾസ് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ തുടക്കം മുതലുള്ള യൂണിറ്റ് ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി പറയാൻ പോകുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവും അതുപോലെ സാമൂഹികവും അക്കാദമികപരവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് ഡിസ്ക്രിമിനേഷനിൽ നിന്നും അതുപോലെ മറ്റുള്ള അബ്യൂസുകളിൽ നിന്നും വയലൻസിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് അവരുടെ പഠനത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ എല്ലാ കുട്ടികളെയും അവരെവിടുന്ന് വരുന്നു എന്ന് പരിഗണിക്കാതെ, അവരുടെ സിറ്റുവേഷൻസോ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അതുപോലെ അവരുടെ എബിലിറ്റികളോ അങ്ങനെ ഒന്നും പരിഗണിക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്നതിന് ഇത് സഹായകരമാകുന്നു. അതുപോലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഇടയിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത് വളരെ കൂടുതൽ സഹായകരമാകുന്നു. അതുപോലെ കുട്ടികൾക്ക് അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തുന്നതിന് വേണ്ടിയിട്ടും ഈ പഠനത്തിൽ അവർ കൂടുതൽ എൻഗേജ് ആവുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ രീതി വളരെയധികം സഹായിക്കുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ്. ഒന്നാമത്തേത് ഇൻക്ലൂസിവിറ്റിയാണ്. എല്ലാ കുട്ടികളെയും ഒരേപോലെ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ്. 2, ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഒരു ടീച്ചിങ് മെത്തേഡാണ് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്. അതുപോലെ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള സുരക്ഷിതവുമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉറപ്പ് നൽകുന്നു. അതുപോലെ അവരുടെ ആരോഗ്യ സംരക്ഷണവും അതുപോലെ അവരുടെ വളർച്ചയ്ക്കൊക്കെ വളരെ സഹായകരമാകുന്ന ഒന്നാണ്. അതുപോലെ ആക്റ്റീവ് ലേണിംഗ്, കുട്ടികളെല്ലാവരും പഠനത്തിൽ ഡിസ്കഷനിലൊക്കെ മുഴുകിക്കൊണ്ട് ഒരു ആക്റ്റീവ് ലേണിംഗ് സാധ്യമാക്കുന്നു. അതുപോലെ അവരുടെ ഇടയിൽ ഒരു കമ്മ്യൂണിറ്റി വളർത്തുന്നതിന്, കുട്ടികൾക്കിടയിൽ അതുപോലെ ടീച്ചർമാർക്കിടയിലൊക്കെ ഒരു കമ്മ്യൂണിറ്റി വളർത്തുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ ജെൻഡർ ഈക്വാലിറ്റി, ആൺ പെൺ എന്ന വേർതിരിവില്ലാതെ എല്ലാവരും ഒരുപോലെ കാണുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ എല്ലാ കുട്ടികളെയും ഒരേപോലെ പങ്കെടുപ്പിക്കുക എന്നത് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. അടുത്ത മറ്റൊരു പ്രത്യേകതയാണ് ടീച്ചർ ട്രെയിനിങ്. അതുപോലെ മോണിറ്ററിങ് ആൻഡ് ഇവല്യൂഷൻ. ടീച്ചർമാർ ഇവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇനി അടുത്തത് ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളുകളുടെ പ്രാധാന്യം എന്താണ് എന്നാണ്. കുട്ടികളുടെ സാമൂഹികവും അതുപോലെ മാനസികവും ശാരീരികവും അക്കാദമികപരമായിട്ടുള്ള ഡെവലപ്പും അവരുടെ വികാസത്തിന് വേണ്ടി ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കുട്ടിയെ പ്രത്യേകിച്ച് പരിഗണിക്കാതെ എല്ലാവരെയും ഒരു കൂട്ടമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ഡിസ്ക്രിമിനേഷനിൽ നിന്നും അബ്യൂസുകളിൽ നിന്നും അതുപോലെ മറ്റുള്ള വയലൻസുകളിൽ നിന്നൊക്കെ രക്ഷ നൽകിക്കൊണ്ട് ഒരു സുരക്ഷിതമായ ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്നു. അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായകരമാകുന്നു. അതുപോലെ ടീച്ചറും കുട്ടികളും തമ്മിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയതിനാൽ ഇത് കുട്ടികൾക്ക് വളരെയധികം കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഈ രീതിയിൽ കൂടുതൽ ഡിസ്കഷനിലേക്കും അതുപോലെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അതുപോലെ അവരുടെ ബുദ്ധി വികാസത്തിനൊക്കെ ഇത് കാരണമാകുന്നു. ഇനി അടുത്ത് നോക്കുന്നത് ഇതിൽ ഒരു ടീച്ചറുടെ റോൾ എന്താണ് എന്നാണ്. കുട്ടികൾക്കെല്ലാം സുരക്ഷിതവും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേണിംഗ് സമ്പ്രദായം ഉണ്ടാക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തേത് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ അവബോധവാന്മാരാക്കുക എന്നതൊക്കെ ടീച്ചേഴ്സിൻ്റെ ചുമതലയാണ്. അതുപോലെ ടീച്ചേഴ്സ് പാരൻസിനോടും അതുപോലെ അവരുടെ രക്ഷിതാക്കളോടൊക്കെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക.
അങ്ങനെ തുടർച്ചയായിട്ടുള്ള പഠനം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വഴി അവരുടെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സാധ്യമാകുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സ്കൂളുകളിൽ പ്രൊട്ടക്ഷൻ പോളിസി, ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസിയുടെ ഇമ്പോർട്ടൻറ്റിനെ കുറിച്ചിട്ടാണ്, പ്രാധാന്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്കൂളുകളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ പോളിസി ഉണ്ടായത് കാരണത്താൽ അവർക്ക് എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അതുപോലെ കുട്ടികളുടെ സേഫ് ഗാർഡിനെ, കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ കൂടുതൽ ഗൈഡൻസ് നൽകാനും കാര്യക്ഷമതയും അത് വാഗ്ദാനം ചെയ്യുന്നു. അത് കൂടുതൽ ഗൈഡൻസ് നൽകാനും അതുപോലെ കാര്യക്ഷമതയും അത് ഉറപ്പു നൽകുന്നു. അതുപോലെ എല്ലാ റിസ്കുകളെയും അതിനെ മാനേജ് ചെയ്യാനും അതിനെ തടയാനും, അത് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനും സാധിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് വിശ്വാസവും കോൺഫിഡൻസും ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ക്രിയേറ്റിംഗ് സ്പേസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് എക്സ്പ്രസ് ദംസെൽവ്സ്. കുട്ടികളുടെ വികാസത്തിന് അവരുടെ അഭിപ്രായം പറയാനുള്ള അവർക്കുള്ള സ്വാതന്ത്ര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തുന്നതിനും അതുപോലെ പ്രോബ്ലം സോൾവിങ് ഉണ്ടാക്കുന്നതിനും ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കുട്ടികളോട് ഒരു ഓപ്പൺ ആയിട്ടുള്ള അതുപോലെ മാന്യതയോട് കൂടെയുള്ള കമ്മ്യൂണിക്കേഷനെ എൻകറേജ് ചെയ്യുക. കുട്ടികൾക്ക് അവരുടെ ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നൽകുക. അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ സ്വീകരിക്കുക. അതുപോലെ കുട്ടികൾക്ക് ചേർന്ന് പ്രവർത്തിക്കാനും അതുപോലെ മുന്നിൽ നിന്ന് നയിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ നൽകുക. അങ്ങനെ ഒരു റെസ്പെക്റ്റ്ഫുൾ കമ്മ്യൂണിക്കേഷനും അതുപോലെ ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിക്കേഷനും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോൾ മോഡൽ ആവുക എന്നതാണ്. ഇനി അടുത്തത് സ്കൂളുകളിൽ ചൈൽഡ് റൈറ്റ്സ് ക്ലബ്ബ് ഉണ്ടാകുന്നതിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? അപ്പോൾ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചൈൽഡ് റൈറ്റ്സ് ക്ലബ്ബ് സ്കൂളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവഴി കുട്ടികൾക്ക് തങ്ങളുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്, തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ട് ഒരു അറിവ് ലഭിക്കാനും അതുപോലെ അവർക്ക് അവരുടെ സ്കില്ല് വളർത്തുന്നതിന് വേണ്ടിയിട്ടും ഇനി അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാനും സാധ്യമാകുന്നു. ഇനി ഒരു സ്കൂളിൽ ഈ ചൈൽഡ് റൈറ്റ്സ് ക്ലബ്ബ് ഉണ്ടാവുന്നതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ അവബോധവും ലഭിക്കുന്നു. അതുപോലെ അവർക്ക് അവരുടെ സ്കില്ല് വളർത്താൻ കഴിയുന്നു. ഇനി അവർക്ക് എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ അവർക്കത് സൗകര്യമാകുന്നു. അതുപോലെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും ശാക്തീകരണം നേടുവാനും സാധ്യമാകുന്നു. അങ്ങനെ ഒരു സുരക്ഷിതമായ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ സാധ്യമാകുന്നു. ഇനി ഇതിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ റോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ് അതുപോലെ അതിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളാണ്. അതുപോലെ അക്കാഡമിക് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അതിൻ്റെ പുരോഗതി എന്തൊക്കെയാണ്, ഇതൊക്കെ നിരീക്ഷിക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ ചൈൽഡ് റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ചൈൽഡ് റൈറ്റ്സ് സംരക്ഷിക്കുക, അതുപോലെ ഒരു സുതാര്യതയും അതുപോലെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ്. ഇനി ചൈൽഡ് റൈറ്റ്സ് പ്രാക്ടീഷണർ എന്ന നിലക്ക് ഒരു ടീച്ചർക്ക് നേരിടാവുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അപ്പോൾ ഈ ചൈൽഡ് റൈറ്റ്സ് നടപ്പിലാക്കുന്നതിനും അതൊക്കെ സംരക്ഷിക്കുന്നതിനും അതുപോലെ ഇതൊക്കെ നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് അനുകൂലമായ ഒരു സ്കൂൾ സാഹചര്യം ഉണ്ടാക്കുന്നതിനും ടീച്ചർമാർ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും ഇതിൽ അത് പരിപൂർണമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിന് ചില വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത്, അവർക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുപോലെ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ അവരൊക്കെ പാടെ മാനേജ് ചെയ്യാവുന്നത് വളരെ പ്രയാസമാണ്. അത് അവർക്ക് വർക്ക് ലോഡ് കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ അടുത്ത് നിന്ന് കാര്യമായ ഇതിന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ്. അതുപോലെ ഇതിന് വ്യക്തമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളോ അതുപോലെ ഗൈഡൻസോ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതുപോലെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് ആക്സസ് ചെയ്യാനുള്ള ഒരു പരിമിതി അതിലുണ്ട്. അതുപോലെ ട്രോമയുമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ചില സമയത്ത് പാരൻസ് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നത്. അതും വളരെ ടീച്ചർമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ്.